നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തെ നക്ഷത്രഫലമാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് 2025 എങ്ങനെയെന്ന് നോക്കാം. ആദിത്യൻ മാർച്ച് 14 വരെ കുംഭൻ രാശിയിലും തുടർന്ന് മീനൻ രാശിയിലും സഞ്ചരിക്കുന്നു. ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി എന്നീ ഞാറ്റുവേലകൾ മാർച്ചിൽ വരുന്നുണ്ട്. മാസാവസാനം രേവതി ഞാറ്റുവേലയും തുടങ്ങുന്നു. മാർച്ച് 14 വെളുത്ത വാവും മാർച്ച് 29 കറുത്ത വാവും ഭവിക്കുന്നു. മാർച്ച് ആരംഭം മുതൽ 2ാം ആഴ്ച വരെയുള്ള സമയം മേടം രാശിക്കാർക്ക് വളരെ ശുഭകരമാണെന്ന് ജ്യോതിഷം പറയുന്നു. ഈ സമയത്ത് കരിയറുമായും ബിസിനസ്സുമായും ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ ലഭിക്കും. വളരെ കാലമായി തൊഴിൽ തേടി അലഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ആഗ്രഹിച്ച അവസരം ലഭിച്ചേക്കും. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം ശുഭകരമാണെന്ന് തെളിയിക്കപ്പെടും. വീട്ടിൽ കുടുംബാംഗങ്ങളിൽ നിന്നും ജോലി സ്ഥലത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ലഭിച്ചേക്കാം. സമൂഹത്തിൽ ആദരവ് വർദ്ധിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുകയും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കുകയും ചെയ്യും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യാത്രകൾ സാധ്യമാണ്. യാത്ര സുഖകരവും പ്രയോജനകരവുമാണെന്ന് തെളിയിക്കപ്പെടും. മാർച്ച് മാസത്തിൽ ഗ്രഹസ്ഥിതികളിലെ വ്യതിയാനങ്ങൾ ജാതകർക്ക് ഗണ്യമായ പ്രഭാവം ചെലുത്തുന്നു. ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് മാർച്ച് 29 രാശിമാറ്റം നടത്തുകയും ഫെബ്രുവരി അവസാനം ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം രോഹിണി നക്ഷത്രത്തിൽ നിന്ന് ആശീർവാദമായ പ്രഭാവം നൽകുന്നു. രാഹു മാർച്ച് 17 മീനത്തിൽ നിന്ന് പൂരുരുട്ടാതിയിലേക്കും കേതു കന്നിയിൽ ഉത്രം നക്ഷത്രത്തിലും സ്ഥിരമായി നിൽക്കുന്നു. ബുധൻ മീനമാസത്തിൽ നീചസ്ഥനായി സഞ്ചരിക്കുകയും മാർച്ച് 16 മുതൽ വക്രമൗഢ്യത്തിലാവുകയും ചെയ്യുന്നു. ശുക്രൻ ഉച്ചസ്ഥനായി മീനത്തിൽ സഞ്ചരിക്കുന്നെങ്കിലും മാർച്ച് 17 മുതൽ 27 വരെ വക്രതയിൽപ്പെടുന്നു. ചൊവ്വ മിഥുനത്തിൽ പുണർദം നക്ഷത്രത്തിൽ ഊർജ്ജസ്വലമായി സ്ഥിതി ചെയ്യുന്നു. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യനും ശനിയും 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് തൊഴിൽ മേഖലയിൽ അധികാര പ്രവർത്തനങ്ങൾക്കും സ്ഥിരതയ്ക്കും നല്ല അനുകൂലം നൽകുന്നു. പ്രശ്നങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടാനും വേഗത്തിൽ പരിഹാരം കാണാനും സാധിക്കും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ പ്രയത്നിച്ചാൽ വിജയം ലഭിക്കും. അച്ഛനമ്മമാർക്ക് ആരോഗ്യവും സുഖവാസവും ഉറപ്പാക്കുന്നു. 2ാം പകുതിയിൽ രാഹു, ബുധൻ, ശുക്രൻ 12ാം ഭാവത്തിലെ യോഗം മൂലം മാനസിക അസ്വസ്ഥതയും വേവലാതിയും ഉണ്ടാകാം. ചെലവുകൾ അതിക്രമിക്കുമ്പോൾ ആഡംബര ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും സമാധാനവും ഐക്യവും ശക്തിപ്പെടും. വ്യാഴത്തിൻ്റെ സന്തുലിത സ്ഥിതി മിക്ക കാര്യത്തിലും സമചിത്തത നൽകുന്നു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിൽ ഗ്രഹാനുകൂല്യം കുറവായതിനാൽ താമസിപ്പിക്കുന്നത് ഉചിതമാണ്. പഠനത്തിൽ മനസ്സിൻ്റെ ശ്രദ്ധയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആദ്യ ഭാഗത്തെ അനുകൂല ഗ്രഹസ്ഥിതി ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുക. 2ാം പകുതിയിൽ സാമ്പത്തിക മാനസിക സൂക്ഷ്മത പാലിക്കുക. കുടുംബ ബന്ധങ്ങളുടെ ശക്തി ആശ്രയിച്ച് മുന്നേറുക. ആദ്യം മേടം രാശി. ഭരണി നക്ഷത്രം. നക്ഷത്രാധിപനായ ശുക്രൻ്റെ ഉച്ചസ്ഥിതി മൂലം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സാമൂഹ്യ സ്വീകാര്യത വർദ്ധിക്കും. ബിസിനസ്സിൽ ലാഭവും വിപുലീകരണ അവസരങ്ങളും വന്നു ചേരും. സ്വകാര്യ മേഖലയിൽ ഉദ്യോഗസ്ഥർക്ക് പദോന്നതി ലഭിക്കും. പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള വിനോദയാത്രയ്ക്കോ വിദേശ ബന്ധമുള്ള ധനലാഭത്തിനോ അവസരം ലഭ്യമാകും. ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സാ മാറ്റങ്ങളിലൂടെ ശമിപ്പിക്കാനാകും. പാരമ്പര്യമായ തൊഴിലുകളിൽ താൽപ്പര്യം പുതുക്കുകയും ചെയ്യും. എന്നാൽ മാസത്തിൻ്റെ 2ാം പകുതിയിൽ നക്ഷത്രാധിപൻ്റെ ദുർബലാവസ്ഥയാൽ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ മാറ്റമുണ്ടാകും. ഊഹാപോഹ വ്യാപാരത്തിൽ നഷ്ടവും അപ്രതീക്ഷിത ചെലവുകൾ, പ്രണയബന്ധങ്ങളിൽ അസ്ഥിരത എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക. കാർത്തിക നക്ഷത്രം. മാസത്തിൻ്റെ ആദ്യ പകുതി മേടൻ രാശിക്കാർക്കും 2ാം പകുതി ഇടവൻ രാശിക്കാർക്കും ഗുണകരമായിരിക്കും. സ്വതന്ത്ര ചിന്താഗതി മൂലം ചില ശത്രുത്വങ്ങൾ ഉണ്ടാകാനിടയുണ്ടെങ്കിലും പിന്നീട് ഗുണകരമാകും. തൊഴിൽ മേഖലയിൽ അധികാര ലാഭം, പദോന്നതി, ധനാഗമം എന്നിവയ്ക്ക് അനുകൂലമാണ്. സംഘടനാ നേതൃത്വ പദവി ലഭിക്കാനോ ഉത്സവാഘോഷങ്ങൾ സംഘടിപ്പിക്കാനോ അവസരമുണ്ടാകും. കുടുംബാംഗങ്ങളെ ഐക്യപ്പെടുത്തുന്നതിൽ വിജയിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പ്രാധാന്യത്തോടെ പരിഗണിക്കുകയും ചെയ്യും. ഊഹാപോഹ വ്യാപാരത്തിൽ നിന്ന്
ലാഭം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. യുവാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹൃദയം നിറഞ്ഞ ശ്രമങ്ങൾ നടത്താം. പ്രതികൂലമാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, സുഹൃത്തുക്കളുടെ വഞ്ചന, ബന്ധുക്കളുടെ നിസ്സഹായത, യാത്രകളിലെ ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ മാനസിക സംതൃപ്തി കുറയും. സാമൂഹ്യ വ്യക്തിപരമായ ബന്ധങ്ങളിൽ ശ്രദ്ധ പാലിക്കുക. അധികാരവും സാധ്യതകളും ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ നേടുക. എന്നാൽ ആരോഗ്യത്തിനും ബന്ധങ്ങൾക്കും ശ്രദ്ധ നൽകി അപായങ്ങൾ ഒഴിവാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.